ഇനി ഉച്ചയൂണിന് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട കേട്ടോ. ഈ ഒരൊറ്റ ഐറ്റം മതിയായിരിക്കും പാത്രം കാലിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 6 വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവ് കൂട്ടി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്ര എരിവിൻ്റെ ആവശ്യമില്ല എങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. അതിലേക്കൊരു 4-5 വെളുത്തുള്ളിയും ഒരു പിടി കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതാണ് കേട്ടോ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. വഴന്നങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ചേർത്ത മുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതവിടെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഒരു കൈപ്പിടി അളവിൽ നമ്മൾ ചെറുപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുപയർ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരല്പം അധികം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു പിടി ചെറുപയർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ചെറിയ ക്വാണ്ടിറ്റി മതിയെങ്കിൽ ചെറുപയറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. ആ ചെറുപയറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ പരിപ്പ് കറിക്കൊക്കെ നമ്മൾ ചെറുപയർ മൂപ്പിച്ചെടുക്കുന്നത് പോലെ വേണം നമ്മൾ ഇതിൽ മൂപ്പിച്ചെടുക്കാൻ. ചെറുപയറൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതും ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പയർ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ മൊത്തത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ നാടൻ കറിവേപ്പിലാണ് എടുക്കുന്നത്. കറിവേപ്പില ചേർത്ത ഏതൊരു ഡിഷ് ആയിക്കോട്ടെ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ കറിവേപ്പില ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത്, ഒരല്പം ഇഞ്ചിയാണ് കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുണ്ട് എന്നാലും ഒരു പച്ചമുളക് കൂടെ ചേർക്കുമ്പോഴായിരിക്കും അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ മാറ്റി വെച്ച് നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മളെ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ പുളിയുടെ അളവ് കുറച്ച് കുറയ്ക്കുക. നമ്മൾ അരയ്ക്കുന്ന അരപ്പിനനുസരിച്ചുള്ള പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും ഒരു തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അരക്കരണ്ടി നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ നന്നായിട്ട് തണുത്തതിന് ശേഷം അരയ്ക്കാവുള്ളൂ കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ആ ചെറുപയറും കൂടെ ആ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പയർ പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കറിവേപ്പില കയ്യിൽ കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് കേട്ടോ എല്ലാത്തിലും ഇട്ട് അരയ്ക്കുന്നത്. നിങ്ങൾ അതേ കണക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളതിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ നല്ല അടിപൊളി ചെറുപയർ ചമ്മന്തിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഒരൊറ്റ ചമ്മന്തി മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ, വേറെ ഒന്നും നമ്മൾ എടുക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ചെറുപയർ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.